ലളിതാ സഹസ്രനാമ സ്തോത്ര പഠനം 13-ാം ഭാഗം. അമേ നാരായണ. ദേവിയുടെ അടുത്ത നാമമാണ് മനോന്മനി. മനസ്സിനെ ഉന്നമനത്തിലെത്തിക്കുന്നവൾ, മനസ്സിൻ്റെ വലിപ്പം കൂട്ടുന്നവൾ, മാനസിക വികാസത്തിന് നാന്ദിയാകുന്നവൾ. നമ്മുടെ ഭക്തി, നമ്മുടെ വിശ്വാസം എല്ലാം തന്നെ വിവിധ തരത്തിലുള്ള ആളുകളെ ഉൾക്കൊള്ളാനും അവരെ ചേർത്ത് നിർത്താനുമുള്ള വിധത്തിൽ മാനസിക വികാസം നേടുന്നതിനുള്ള ഉപാധികളാകണം. മറിച്ച് നമ്മുടെ വിശ്വാസം ആളുകളെ അകറ്റി നിർത്താനും അവരോടുള്ള വെറുപ്പ് വർദ്ധിക്കാനുമുള്ള കാരണമാകുന്നുണ്ടെങ്കിൽ നമ്മൾ ശരിയായ പാതയിലാണോ എന്ന് നാം തന്നെ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ദേവി പരാശക്തിയെ ഭജിക്കുന്നതിലൂടെ മാനസിക വികാസം സാധ്യമാകുന്നു. ഇനി മാഹേശ്വരി. ദേവി വിളിക്കുന്ന പേരാണ് മാഹേശ്വരി. മഹേശ്വരൻ്റെ പത്നി എന്ന് അർത്ഥം. മഹാദേവി, ഈ വാക്കിന് വിവിധ അർത്ഥങ്ങൾ കൽപ്പിക്കാം. ദേവിമാരിൽ ഏറ്റവും ശ്രേഷ്ഠയായവൾ, മഹാദേവൻ്റെ പത്നി, മഹത്തായ ദേഹത്തോടു കൂടിയവൾ. ഇനി മഹാലക്ഷ്മി. മഹാദേവൻ്റെ പത്നി, ശിവൻ്റെ പത്നിയാണ് പരാശക്തി, ലളിതാംബിക എന്ന് പറയുമ്പോഴും മഹാലക്ഷ്മി എന്ന് ദേവിയെ വിളിക്കുന്നു. മഹാലക്ഷ്മി ആരുടെ പത്നിയാണ്? മഹാവിഷ്ണുവിൻ്റെ പത്നിയാണ്. അപ്പോൾ ഇവിടെ ബ്രഹ്മ, വിഷ്ണു, മഹേശ്വരന്മാരെ എല്ലാവരെയും ഒരേ ശക്തിയായി കണ്ടുകൊണ്ട് ദേവി പരാശക്തി തന്നെയാണ് ഇവിടെ മഹാദേവിയും മഹേശ്വരിയും മഹാലക്ഷ്മിയുമായി വർത്തിക്കുന്നത് എന്ന് പറയുന്നു. ഇനി നോക്കുക, മൃഡപ്രിയ. മൃഡൻ എന്നാൽ സാത്വിക ഭാവത്തിലുള്ള മഹാദേവൻ, ശിവൻ. മൃഡപ്രിയ, മൃഡന് പ്രിയപ്പെട്ടവൾ അഥവാ ശിവൻ്റെ പത്നിയായ ദേവി ലളിതാംബിക. മഹാരൂപ. ദേവിയെ വിശേഷിപ്പിക്കുന്നു മഹാരൂപ, മഹത്തായ രൂപത്തോട് കൂടിയവൾ. ഒരേ സമയം ശരീരത്തിലെ ഒരു കണിക പോലെ ചെറുതായും ഈ പ്രപഞ്ചത്തോളം വലുതായും നിലനിൽക്കുന്ന മഹത്തായ രൂപത്തോടു കൂടിയവൾ. ആരോ അവൾ? മഹാരൂപ. മഹാപൂജ്യ. മഹത്തുക്കളാൽ പൂജിക്കപ്പെടുന്നവൾ, പൂജനീയരായവരിൽ ഏറ്റവും ശ്രേഷ്ഠയായവൾ മഹാപൂജ്യ. മഹാപാതകനാശിനി. മഹാപാപങ്ങളും കഴുകിക്കളയുന്ന സരയൂ നദി പോലെയാണ് ദേവി പരാശക്തി. നോക്കുക, മഹാസത്വ. മഹത്തായ സത്വത്തോടു കൂടിയവൾ, മഹത്തായ ചൈതന്യത്തോടു കൂടിയ ദേവി പരാശക്തി. മഹാശക്തി. ഈ പ്രപഞ്ചത്തിലെ ഏറ്റവും വലിയ ശക്തി സ്രോതസ്. മനോബലവും ശരീരബലവും ഒന്നിച്ച് ഒത്തിണങ്ങിയ ദേവി പരാശക്തി. ശാരീരികമായ വൈഷമ്യങ്ങൾക്കും മാനസികമായ ബുദ്ധിമുട്ടുകളും നീങ്ങി മനസ്സിനും ശരീരത്തിനും കരുത്തു പകരാൻ ആരെ ഭജിക്കുക? ദേവി പരാശക്തിയെ ഭജിക്കുക. മഹാരഥി. ഇവിടെ രതി എന്നുള്ളത് കൊണ്ട് ആനന്ദം എന്ന അർത്ഥത്തിലാണ് രതി എന്ന വാക്ക് ഉപയോഗിച്ചിട്ടുള്ളത്. ദേവിയുടെ പേര് തന്നെ ലളിത, എല്ലാത്തിനെയും ലളിതമായി കാണുന്നവൾ. ഈ പ്രപഞ്ചത്തിൽ സംഭവിക്കുന്ന ഓരോ കാര്യങ്ങളെയും ലീലയായി എടുക്കുന്നവൾ. ദേവിയെ നമ്മൾ നിഷ്ക്രിയ എന്ന് വിളിച്ചു. ദേവി ഒരു കർമ്മത്തിനും അമിത പ്രാധാന്യം നൽകുകയോ ഇതൊക്കെ വലിയ കാര്യങ്ങളാണ് എന്ന രീതിയിൽ അവയെ കൈകാര്യം ചെയ്യുന്ന വ്യക്തിയല്ല. ദേവിക്കെല്ലാം തന്നെ ലീലയാണ്. സദാ ആനന്ദത്തിൽ ആറാടുന്ന മഹാരഥി. മഹാഭോഗ. ഭോഗവസ്തുക്കളായിട്ടുള്ള ധനം, ധാന്യം, സമ്പത്ത്, സർവ്വ ഐശ്വര്യങ്ങളും അതിൻ്റെ എല്ലാം സ്രോതസ്സായിരിക്കുമ്പോഴും
ഇതിലൊന്നും രമിക്കാത്തവൾ. സർവ്വ ഐശ്വര്യങ്ങളും പ്രദാനം ചെയ്യുമ്പോഴും ഇതിലൊന്നും മതിമറക്കാത്തവൾ. മഹാഭോഗ. ഈ നോക്കുക, മഹൈശ്വര്യ, മഹത്തായ ഐശ്വര്യത്തോടു കൂടിയവൾ. എന്താ ഈ മഹത്തായ ഐശ്വര്യങ്ങൾ? നമ്മൾ അഷ്ടൈശ്വര്യങ്ങൾ എന്ന് പറയും അല്ലേ? അഷ്ടൈശ്വര്യങ്ങളാണ് ധനം, ധാന്യം, സന്താനം, ജയം, ധൈര്യം, രാജ്യം, ആയുധം, വാഹനം. ഈ ഐശ്വര്യങ്ങളും പ്രദാനം ചെയ്യുന്നവൾ. ഈ ഐശ്വര്യങ്ങളുടെയും സ്രോതസ് ആയിട്ടുള്ള ദേവി ലളിതാംബിക അഥവാ സാക്ഷാൽ പരാശക്തി. മഹാവീര്യ. ദേവി പരാശക്തി ലളിതാംബികയായി രൂപമെടുക്കുന്നത് തന്നെ ഭണ്ഡാസുര നിഗ്രഹത്തിനായിട്ടാണ്. ഭണ്ഡാസുര നിഗ്രഹത്തിനായി ശക്തിസേനയെ സമന്വയിപ്പിച്ചു ദേവി എന്ന് നമ്മൾ പറഞ്ഞു. ഒരു യുദ്ധത്തിന് നേതൃത്വം കൊടുക്കുന്ന ഒരാൾക്ക് അവശ്യം വേണ്ട ഒരു ഗുണമാണ് വീര്യം. നമ്മുടെ ഉള്ളിലും ധൈര്യം വളർത്തുന്നതിനായി പലപ്പോഴും നമ്മൾ പോലും അറിയാതെ നമ്മുടെ മനസ്സ് ആകുലപ്പെടാറുണ്ട്. നമ്മൾ ഭയചകിതരാകാറുണ്ട്. അനാവശ്യമായ ഭീതികൾ, അനാവശ്യമായ ഭയം കൊണ്ട് ഒരു പുതിയ ചുവട് വയ്ക്കാൻ അറിയാതെ നമ്മൾ പതറി നിൽക്കുന്ന അവസരങ്ങളിൽ നമുക്ക് തുണയായി എത്താൻ ഈ മഹാവീര്യയ്ക്ക്, പരാശക്തിക്ക് സാധിക്കും. പരാശക്തിയെ നന്നായി ഭജിക്കുക. ഇനി നോക്കുക, മഹാബല. മഹത്തായ ബലത്തിന് ഉടമയായവൾ. മഹത്തായ ബലത്തിൻ്റെ സ്രോതസ്സായവൾ. ഇത് ശരീരബലം മുതൽ ആത്മബലം വരെയുള്ള വിവിധ തലത്തിലുള്ള ആ ബലത്തിൻ്റെ സ്രോതസ്സായ ദേവി പരാശക്തി. മഹാബുദ്ധി. ദേവി അത്യന്തം ബുദ്ധിമതിയാണ്. സദ്ബുദ്ധിയുടെ ഭണ്ഡാരമാണ് എന്ന് പറയുന്നു. എന്താ ഈ സദ്ബുദ്ധി? ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യേണ്ട സമയത്ത് ചെയ്യാനും പറയേണ്ട കാര്യങ്ങൾ പറയേണ്ട സമയത്ത് പറയാനുമുള്ള ആ ഇൻറ്റ്യൂഷനെയാണ് സദ്ബുദ്ധി എന്ന് പറയുക. നാവിൽ സരസ്വതി വിളയാടി എന്നൊക്കെ നമ്മൾ പറയും അല്ലേ? അപ്പോൾ അത്തരത്തിലുള്ള സദ്ബുദ്ധി തോന്നേണ്ട സമയത്ത് തോന്നിപ്പിക്കാൻ ആർക്ക് സാധിക്കും? പരാശക്തിക്ക് സാധിക്കും. മഹാസിദ്ധി. നമ്മൾ ഐശ്വര്യങ്ങൾ പറഞ്ഞതുപോലെ തന്നെ അഷ്ടസിദ്ധികളെ പറ്റിയും പറയേണ്ടിയിരിക്കുന്നു. എന്താ ഈ അഷ്ടസിദ്ധി? നോക്കാം. അനിമ, മഹിമ. ഇതിങ്ങനെ ഒരേ നാണയത്തിൻ്റെ രണ്ട് വശം പോലെ ഇരിക്കുന്ന രണ്ട് സിദ്ധികളാണ് അനിമയും മഹിമയും. എന്താ ഈ അനിമ? അനിമ എന്ന് പറയുന്നത് ഒരു കണികയോളം ചെറുതാകാനുള്ള കഴിവ്. നമ്മൾ രാമായണത്തിൽ ഹനുമാൻ ലങ്കയിലേക്ക് പോകുന്ന ഹനുമാൻ മാർഗമധ്യേ സുരസ എന്ന രാക്ഷസിയെ കണ്ടുവെന്നും സുരസയുടെ വായിലേക്ക് ഒരു കൊച്ചു ഉറുമ്പിൻ്റെ വലിപ്പത്തിൽ കയറിപ്പോയി സുരസയുടെ ചെവിയിലൂടെ പുറത്തു വന്നു എന്നൊരു കഥ കേട്ടിരിക്കും. അവിടെ ഹനുമാൻ ഉപയോഗിക്കുന്ന സിദ്ധിയാണ് അനിമ. അഷ്ടസിദ്ധികളും നേടിയിട്ടുള്ള ആളാണ് ഹനുമാൻ. അപ്പോൾ ഹനുമാൻ ഇവിടെ ഉപയോഗിച്ചത് അനിമയാണ്. അടുത്തത് നോക്കാം, മഹിമ. ഇനി പർവ്വതം കണക്കെ ശരീരത്തെ വലുതാക്കാനുള്ള കഴിവാണ് മഹിമ എന്ന് പറയുന്നത്. ദേവിക്ക് അനിമസിദ്ധിയും മഹിമസിദ്ധിയുമുണ്ട്. ഇനി അടുത്ത സിദ്ധി ഏതാണ്? ഗരിമ. ശരീരഭാരം വർദ്ധിപ്പിച്ച് ഒരു ആനയോളം ഭാരമുള്ളവളാകാനുള്ള കഴിവ് ഗരിമ. ലഘിമ. ഇതും പരസ്പര പൂരകങ്ങളാണ്, ഗരിമയും ലഘിമയും. അപ്പോൾ എന്തായിരിക്കും? ഗരിമ ശരീരഭാരം വർദ്ധിപ്പിക്കലാണെങ്കിൽ ലഘിമ എന്തായിരിക്കും?
ഒരു തൂവലോളം കനമില്ലാത്ത ഒരു തൂവൽ പോലെ പാറി നടക്കാനുള്ള വണ്ണം ശരീരഭാരം കുറയ്ക്കാനുള്ള കഴിവ്. പ്രാപ്തി, എന്തും നേടാനുള്ള, എവിടെയും സഞ്ചരിക്കാനുള്ള സിദ്ധി. പ്രാക്മയ, ആഗ്രഹിക്കുന്നതെന്തും നേടാനും എവിടെയും പ്രത്യക്ഷപ്പെടാനുമുള്ള സിദ്ധി. ഇഷിത്വ, ഈ പ്രപഞ്ചത്തിലെ ഈ പ്രകൃതിയിലെ എല്ലാത്തിനെയും നിയന്ത്രിക്കാനുള്ള കഴിവ്. വശിത്വ, എന്നാൽ സർവചരാചരങ്ങളെയും നിയന്ത്രിക്കാനുള്ള കഴിവ്. അപ്പോൾ ദേവി പരാശക്തിക്ക് ഈ അഷ്ടസിദ്ധികളും അനിമ, മഹിമ, ഗരിമ, ലഘിമ, പ്രാപ്തി, പ്രാക്മയ, ഇഷിത്വ, വശിത്വ, ഇവ 8 ചേർന്നതാണ് ദേവി പരാശക്തി എന്ന് പറയുന്നു. ഓരോ ദിവസവും പുതിയ പുതിയ കാര്യങ്ങളിലൂടെയാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ഓരോ ദിവസവും പുതിയ കാര്യങ്ങൾ പഠിക്കാനുള്ള ഏറ്റവും മനോഹരമായൊരവസരമാണ് ദേവി പരാശക്തി ഉണ്ടാക്കി തന്നിരിക്കുന്നത്. ഇതിന് ദേവി പരാശക്തിയോട് നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. ഇനിയൊരു ദിവസം കാണാം. നന്ദി.